ഞാനും നിങ്ങളും കേട്ട് പഴകി ദ്രവിച്ച ഒരു പഴമൊഴി നമുക്കോർമ്മയുണ്ട്. ഈ കേരളം പരശുരാമൻ മഴുവെറിഞ്ഞ കേരളമാണ്. ആ കേരളം വേറെ കേരളമാണ്. അന്ന് കേരളമില്ല. ഇവിടെ പറഞ്ഞതുപോലെ മലബാറും തിരുകൊച്ചിയും തിരുവിതാംകൂറും നാട്ടുരാജ്യങ്ങളായി നിന്നൊരു ഭൂമിയാണത്. പ്രിയപ്പെട്ടവരെ, അവിടെ മാറുമറയ്ക്കാത്ത മനുഷ്യൻ, മുട്ടിനു താഴെ മുണ്ടെടുക്കാത്ത മനുഷ്യൻ, മുലയ്ക്ക് കരം കൊടുത്ത മനുഷ്യൻ, മീശയ്ക്ക് കരം പിരിച്ച മനുഷ്യൻ, മലയാളം പറയാത്ത മനുഷ്യൻ, ഇഷ്ടപ്പെട്ട അമ്പലത്തിൽ കയറാത്ത മനുഷ്യൻ, അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങാത്ത മനുഷ്യൻ, ആദ്യ രാത്രിയിൽ കെട്ടിയ പെണ്ണിനോടൊപ്പം അന്തി ഉറങ്ങാതെ പടിപ്പുരകളിൽ ജന്മിത്തമ്പുരാക്കന്മാർക്ക് സ്വന്തം ഭാര്യയെ കാഴ്ചവെച്ച് കണ്ണീരൊലിപ്പിച്ച് ഈ നാട്ടിലെ തൊലി കറുത്തവൻ, അസ്പൃശ്യൻ, അധകൃതനെന്ന് ഈ നാട്ടിലെ സവർണം ചാപ്പുകുത്തിയ മഹാപാവങ്ങളായ 10,000-കണക്കിന് മനുഷ്യൻ കണ്ണീരൊലിപ്പിച്ച ഒരു നാട് ഈ കേരളത്തിന്റെ പൂർവ്വകാലത്തുണ്ട്. ഏതെങ്കിലും ഒരു ഭേദപ്പെട്ട വീട്ടിൽ ഒരു സദ്യ നടക്കുമ്പോ ക്ഷണിക്കാതെ പോയി പുല്ലട്ടിയിലും പടിപ്പുറത്തും ഇങ്ങനെ കാത്തുനിന്ന്, പ്രിയപ്പെട്ടവരെ, അവിടത്തെ ഏതെങ്കിലും ഒരു കാരണവർ വിളിക്കുമ്പോൾ അവിടെ അകത്തു ചെന്ന് തോർത്തുമുണ്ട് വിരിച്ച് കീറിയ തോർത്തുമുണ്ടിൽ വള്ളിക്കൊട്ടയിൽ വിളമ്പിയ ചോറ് തലച്ചുവടായി ഏറ്റുവന്ന് വീട്ടിൽ വിശന്നിരിക്കുന്ന മനുഷ്യനെ തീറ്റിപ്പോറ്റിയ ഒരു ഘട്ടകാലം ഈ കേരളത്തിനുണ്ട്. 30 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ മലബാറിൽ എല്ലാ വീട്ടിലും, ഒരു 40 കൊല്ലം മുമ്പ് എല്ലാ വീട്ടിലും 3 നേരവും കൂട്ടാൻ കടുക് വറുത്തിട്ടില്ല. ഈ നാട്ടിലെ എല്ലാ മനുഷ്യനും എല്ലാ ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിച്ചിട്ടില്ല. 40 കൊല്ലം മുമ്പ് വരെ ഈ കേരളം ഇന്നു കാണുന്ന കേരളമായി ഇങ്ങനെ രൂപാന്തരപ്പെടാൻ, പ്രിയപ്പെട്ടവരെ, ഒരു കൊതുക് കടിയുടെ വേദന പോലും ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ വലതുപക്ഷത്ത് നിൽക്കുന്നവർ, സാമുദായിക മതപ്രസ്ഥാനങ്ങൾ, തീവ്രവാദികൾ, വർഗീയ ഫാസിസം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അനുഭവിച്ചിട്ടില്ല. ഇതിനെ തകർക്കാൻ സകലവിധ പരിപാടികളും അവർ നടത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിച്ചു പോകാതെ സൂചിപ്പിച്ചു പോകുന്നു. ആദ്യത്തെ 6 മാസം നിങ്ങൾക്കറിയും, ഡസൻ കണക്കിന് നമ്മുടെ സഖാക്കളെ കൊന്നു. എന്നിട്ട് നമ്മുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി ഈ നാട്ടിൽ പലരും ചോദിച്ചു, നിങ്ങളുടെ സഖാക്കളെ ഇങ്ങനെ കൊന്നു തള്ളുമ്പോ അതിൽ സനൂപുണ്ട്, അതിൽ അബ്ദുറഹ്മാനുണ്ട്, അതിൽ സഖാവ് ധീരജ് ഉണ്ട്, ഇവരെയെല്ലാം കൊന്നു തള്ളിയപ്പോഴും തിരിച്ചടിക്കാതെ, തിരിച്ചൊരു കൊലപാതകം നടത്താതെ നിങ്ങൾ CPM-കാർ, നിങ്ങൾ സഖാക്കൾ നാണമില്ലാത്ത മൗനം പാലിക്കുന്നു. അധികാരം നിലനിർത്താനല്ലേ എന്ന മറ്റേ ചോദ്യം നമ്മുടെ മുഖത്തിങ്ങനെ ഇങ്ങനെ മൂക്കിന് ചൂണ്ടി നമ്മളെ എതിർക്കുന്നവർ ചോദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മധൈര്യം വിടാതെ ഞാനും നിങ്ങളും ഈ നാടിന്റെ തെരുവിൽ ഈ ചെങ്കൊടി പിടിച്ചു നിന്നു. ഇന്ന് ഈ വേദിയിൽ നമ്മൾ ആദരിച്ച വനജ ചേച്ചിയെ നമുക്കറിയാം. അനശ്വരനായ രക്തസാക്ഷി സഖാവ് ദാമുവേട്ടന്റെ ജീവിത പങ്കാളിയാണ്. 550-ലധികം സഖാക്കളെ വർഗീയവാദികൾ, വലതുപക്ഷം, മാടമ്പിമാർ, ഭരണകൂട ഭീകരത ഈ നാടിന്റെ തെരുവിൽ കൊന്നു തള്ളിയപ്പോ പകുതി താഴ്ത്തിക്കെട്ടിയ ചെങ്കൊടിയും, പ്രിയപ്പെട്ടവരെ, നെഞ്ചത്ത് കറുത്ത ബാഡ്ജും, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഞാനും നിങ്ങളും ദൂരം നടന്നുപോയ മറ്റൊരു പ്രസ്ഥാനവും ഈ ഭൂമി മലയാളത്തിലില്ല എന്ന് ഈ നാടിനോട് പറയാതെ നമ്മൾ പറഞ്ഞു. മാമൻ മാപ്പിള പഠിച്ച പള്ളിക്കൂടത്തിലല്ല ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പഠിച്ചതെന്ന് ഈ നാടിനെ തെളിയിച്ച് ഈ കേരളത്തിലെ പാർട്ടി മുന്നോട്ട് പോയി. വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ, ഈ തമിഴ്നാട്ടിലെ മധുര ഉൾപ്പെടെ, അജ്മീർ ദർഗ ഉൾപ്പെടെ, UP-യിലെ സമ്പൽ ഉൾപ്പെടെ, പ്രിയപ്പെട്ടവരെ, നിരവധിയായ ആരാധനാലയങ്ങളുടെ അടിത്തറ തോണ്ടാൻ, സർവേ കല്ലിളക്കാൻ, അവിടെ എവിടെയെങ്കിലും പഴയ അമ്പലത്തിന്റെ അവശിഷ്ടമുണ്ടോ എന്ന് അന്വേഷിക്കാൻ സംഘപരിവാരം ഈ രാജ്യത്തിന്റെ തെരുവിൽ കോപ്പുകൂട്ടുകയാണ്. നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ആരാധനാലയത്തിന്റെ ഒരു അടിക്കല്ലിളക്കാൻ, അവിടെ ജുമായ കൂടുന്ന സമയത്ത് അവിടേക്കൊന്ന് കടന്നു വരാൻ, അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കാൻ, ഈ കേരളത്തിന്റെ തെരുവിൽ ബീഫ് കച്ചവടം നടത്തുന്ന മനുഷ്യനെ ആക്രമിക്കാൻ, ഭക്ഷണം കഴിച്ചതിന് ഒരാളെ കൊല്ലാൻ, നോമ്പെടുക്കുന്ന മനുഷ്യന്റെ വായിലേക്ക് ഒരു അരച്ചപ്പാത്തി തിരുകാൻ ഈ കേരളത്തിന്റെ തെരുവിൽ സംഘപരിവാരത്തിന്, RSS-ന് ഈ കേരളത്തിന്റെ തെരുവിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള കേരളത്തിൽ RSS-ന് കഴിയാതിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ തേങ്ങാപ്പൂളുള്ള പച്ചക്കൊടി കൊണ്ടല്ല, ഈ നാട്ടിലെ വെൽഫെയർ പാർട്ടിക്കാരന്റെ, സുഡാപ്പിക്കാരന്റെ വടിവാളിന്റെ ബലം കൊണ്ടല്ല, സഖാവ് EMS-ന്റെ അരിവാളും ചുറ്റികയും ആലേഖനം ചെയ്ത ചെങ്കൊടിയുടെ കരുത്തുകൊണ്ടാണ് എന്ന് ഈ നാടിനറിയും. നമുക്കറിയാം, നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ ഊറ്റം കൊള്ളുന്ന നമ്മുടെ രാജ്യം, പ്രിയപ്പെട്ടവരെ, വളരെ വേഗതയിൽ ഈ നാട് പിറകോട്ട് നടക്കുകയാണ്. കഴിഞ്ഞൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം നമുക്കറിയും. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ നമ്മളോടാകെ പറഞ്ഞു, ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമെന്ന്. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ, ഈ നാടിന്റെ സമ്പന്നമായ സംസ്കാരത്തെ, ഈ നാടിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ, ഈ നാടിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ, ഈ നാടിന്റെ ഭരണഘടനയെ
കയ്യിൽ പപ്പടം പൊടിക്കുന്നത് പോലെ ഞങ്ങൾ പൊടിച്ചു കളയുമെന്ന് അഹങ്കാരത്തിലാണ് ഈ രാജ്യം ഭരിക്കുന്നവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുപ്പ് ഫലം വന്നു, നമ്മളെല്ലാവരും കണ്ടു. കേവല ഭൂരിപക്ഷമില്ലാതെ പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടുകൂടി ഈ മുടിചൂടാമന്നെന്ന് ഈ നാട്ടിലെ മാധ്യമങ്ങളും വലതുപക്ഷവും വർഗീയ ഫാസിസവും നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ച നരേന്ദ്രമോദി പ്രിയപ്പെട്ടവരെ വീണ്ടും ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് വന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഈ രാജ്യത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയോ കാലമായി ഇവിടെ നമ്മളിപ്പോ ആദരിച്ച നമ്മുടെ പൂർവ്വകാല സഖാക്കൾ ഉൾപ്പെടെ ഈ പ്രസ്ഥാനം കടന്നു വന്ന വഴികളിൽ, നാടിന്റെ ഇടവഴികളിൽ, നാലാള് കൂടുന്നിടത്ത് നമ്മുടെ സഖാക്കളുടെ നേരെ പതിറ്റാണ്ട് കാലമായി നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങളുടെ പാർട്ടി എവിടെയാണുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാർട്ടി എവിടെയുണ്ട് എന്ന ചോദ്യത്തിന് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയം ഈ നാടിനോട്, നമ്മളോട് മറുപടി പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും എത്താനാകാതെ പ്രിയപ്പെട്ടവരെ പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടെ ഈ രാജ്യം ഭരിക്കേണ്ട അവസ്ഥയിലേക്ക് എങ്ങനെയാണ് RSS കടന്നുപോയത് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഒരു മണിക്കൂർ നേരമെങ്കിലും ഈ നരേന്ദ്രമോദി വോട്ടിൽ പിറകിലാണെന്ന് ഈ നാട്ടിലെ മാധ്യമങ്ങൾ പറയുന്നിടത്തേക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം പോയതെന്ന് അയോധ്യയുടെ മണ്ണിൽ പാതി പണി തീർത്ത് ചോർന്നൊലിക്കുന്ന ഒരു കെട്ടിടം അമ്പലം എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ പദ്ധതിയായി ഉദ്ഘാടനം ചെയ്ത അയോധ്യയുടെ മണ്ണിൽ ഉൾപ്പെടെ എങ്ങനെയാണ് BJP തോറ്റുപോയത് എന്ന ഒരു ചോദ്യത്തിന്റെ അന്വേഷണം നടത്തിയാൽ നമുക്കുത്തരം കിട്ടും. ഈ ഇന്ത്യയിലെ ഇടതുപക്ഷം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എവിടെയാണുള്ളത് എന്ന്. പ്രിയപ്പെട്ടവരെ, പല കാരണങ്ങളുമുണ്ട്. പ്രധാനപ്പെട്ട 3 കാരണം നമുക്കറിയാം. വർഗസമരം ശക്തിപ്പെട്ടിടത്തെല്ലാം വർഗീയത പ്രിയപ്പെട്ടവരെ അവിടെ ഒടിഞ്ഞു വീണത് നമ്മൾ കണ്ടു. അത് ഉത്തരേന്ത്യൻ മണ്ണിലാണ്. അവിടെ വർഗസമരം കനപ്പെട്ടത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ കർഷക പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഇന്ത്യയിലെ ഭരണാധികാരികൾ, മാധ്യമങ്ങൾ, ഈ നാടിന്റെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും തിരിച്ചറിഞ്ഞു. ജീവിതമല്ലെങ്കിൽ മരണമെന്ന് പ്രഖ്യാപിച്ച് കെട്ടിയവളെയും കുട്ടികളെയും കുട്ടി ജനിച്ചു വീണ മണ്ണിൽ നിന്ന് അധികാരഗർവിന്റെ സിംഹാസനങ്ങൾക്കെതിരായി ഇൻകുലാബിന്റെ ഇടിമുഴക്കം തീർത്ത് ഉത്തരേന്ത്യയുടെ തെരുവുകളിൽ നിന്ന് ഇരമ്പിയാർത്ത് കൃഷിക്കാരൻ സമരഭൂമിയിലേക്ക് വരാൻ അവർ കൂക്കും മുശിരും പകർന്നത് അതിനും 1.5 വർഷം മുമ്പ് 200 കിലോമീറ്റർ ദൂരം നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് രക്തപതാക ഉയർത്തി ആ നാട്ടിലെ കൃഷിവരന്മാർ, മണ്ണിന്റെ മക്കൾ പ്രിയപ്പെട്ടവരെ വിജയം പ്രഖ്യാപിച്ച് സമരം നടത്തിയപ്പോ ആ സമരത്തിന് ദിശാബോധം നൽകിയത് 200 കിലോമീറ്റർ ദൂരം കാലിന്റെ വെള്ളം വെണ്ടുപൊട്ടി ചോരയിച്ചു വീഴുമ്പോഴും തകർന്നു വീഴാതെ വിജയമല്ലെങ്കിൽ മരണമെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യയിലെ കൃഷിക്കാരന് സമരത്തിന്റെ വീരോതിഹാസം രചിക്കാൻ ഊക്കും മുശിരും പകർന്ന ആ കർഷക പ്രക്ഷോഭത്തിന് ഊടും പാവുന്ന ഇവ രാഷ്ട്രീയത്തിന്റെ നിറം ചോരച്ചുവപ്പാണ് ഇന്ത്യയുടെ രാഷ്ട്രീയമെന്ന് ഈ നാട് അറിയുന്നവർക്കെല്ലാം മനസ്സിലായി. രണ്ടാമത്തെ കാര്യം നമുക്കറിയും, സംഘപരിവാരത്തിനെതിരായി ഈ രാജ്യത്തൊരു പൊതു പ്ലാറ്റ്ഫോം രൂപീകരിക്കാൻ, ഇന്ത്യ സഖ്യം എന്നൊരു രാഷ്ട്രീയ ധാരയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവരാൻ കൃത്യമായ നിലപാട് സ്വീകരിച്ച് സംഘാടനം നടത്തിയത് ഇന്ത്യയിലെ CPIM ആണ്. അതിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മൺമറഞ്ഞുപോയ സഖാവ് സീതാറാം യെച്ചൂരിയാണ് എന്ന് നമുക്കറിയാം. മൂന്നാമതൊരു കാരണമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളെ പണം കൊടുത്തു വാങ്ങാൻ കോർപ്പറേറ്റ് മുതലാളിമാരിൽ നിന്ന് ഇലക്ടറൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപ സമാഹരിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് നേരെ കൊഞ്ഞനം കുത്തി ഈ നാട്ടിലെ ഭരണാധികാരി വർഗം നിന്നപ്പോഴാണ് ഇന്ത്യയുടെ നിയമത്തിന്റെ പരമോന്നതമായ കോടതിയിൽ ഒരു കേസ് കൊടുത്ത് CPIM പറഞ്ഞു, ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ സാമ്പത്തിക അഴിമതിയാണ്, കോടതി ഇടപെടണം. പ്രിയപ്പെട്ടവരെ, കോടതി പറഞ്ഞു ഇലക്ടറൽ ബോണ്ട് റദ്ദു ചെയ്തു. ഇലക്ടറൽ ബോർഡിനെ റദ്ദു ചെയ്യിക്കാനുള്ള നിയമപരമായ പോരാട്ടം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് CPIM എന്നാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ പ്രിയപ്പെട്ടവരെ ഈ രാഷ്ട്രീയത്തിന്റെ ഗതിയെ തിരുത്തിയത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ 20-ൽ 19 ഇടതുപക്ഷം തോറ്റു. ഒരാളാണ് വിജയിച്ചത്. ആ വിജയിച്ച മനുഷ്യൻ ഇന്ത്യൻ പാർലമെന്റിൽ പോയി. അവിടെ അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു വാക്കുപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് സഖാവ് K. രാധാകൃഷ്ണൻ ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ ആദ്യത്തെ പ്രസംഗത്തിൽ ഒരു വാചകത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു വർക്കിംഗ് ക്ലാസ് എന്ന്. വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ 140 കോടി മനുഷ്യരിൽ മഹാഭൂരിപക്ഷം വരുന്നവർ സ്വന്തം അധ്വാനം വിറ്റ് ജീവിക്കാൻ
ഈ നാടിന്റെ ഉത്പാദന പ്രക്രിയയിൽ ഇടപെടുന്നവൻ, അവന്റെ ജീവിതത്തെ കുറിച്ച് പറയാൻ തൊഴിലാളി വർഗം എന്നൊരു പദം ഇന്ത്യൻ പാർലമെന്റിൽ ഉച്ചരിച്ചപ്പോ, അശ്ലീലം കണക്കെ മറ്റു പാർലമെന്റ് അംഗങ്ങൾ നെറ്റിതുളിച്ചപ്പോ ഇന്ത്യയുടെ രാഷ്ട്രീയം അറിയുന്ന മനുഷ്യൻ മനസ്സിലാക്കി, പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ പാർലമെന്റിൽ മുഴുവൻ സീറ്റിലും കോൺഗ്രസ് ജയിച്ചാലും വലതുപക്ഷത്ത് മറ്റേതൊരു പാർട്ടി ജയിച്ചാലും റോഡുണ്ടാകാം, എവിടെയെങ്കിലും ഒരു കെട്ടിടം ഉണ്ടാകാം, എന്തെങ്കിലും ഒരു വികസനം നടക്കാം. പ്രിയപ്പെട്ടവരെ, തൊഴിലാളികളെ കുറിച്ച് പറയാൻ, കർഷകരെ കുറിച്ച് പറയാൻ, അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യനെ കുറിച്ച് പറയാൻ, ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറയാൻ ഇടതുപക്ഷമല്ലാതെ CPIM അല്ലാതെ ഈ നാടിന്റെ രാഷ്ട്രീയത്തിൽ മറ്റൊരു പ്രസ്ഥാനമില്ല. അതാണ് CPIMന്റെ പ്രാധാന്യം. നമ്മുടെ പാർട്ടിയുടെ സ്വാധീനവും നമ്മുടെ പാർട്ടിയുടെ പ്രാധാന്യവും രണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വാധീനത്തിൽ കുറവുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. പക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ പ്രാധാന്യത്തിന് ഒട്ടും കുറവില്ല എന്ന് നമുക്കറിയാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നരേന്ദ്രമോദി ഭരിക്കുന്നു. അവർക്ക് കഴിഞ്ഞ ഭരണത്തിൻ്റെതുപോലെ അംഗബലമില്ല. പക്ഷെ എങ്കിലും അവരവരുടെ നയങ്ങളിൽ നിന്ന് പിറകോട്ട് പോകും എന്ന് നമ്മൾ കരുതേണ്ടതുമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ നാട് തിരിഞ്ഞു നടക്കുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. ലോകത്തെ ഏറ്റവും കുറഞ്ഞ സന്തോഷമുള്ള കൂടുതൽ ആളുകൾ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. അക്ഷരമെഴുതാൻ അറിയാത്ത നിരക്ഷര കുട്ടികൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യമാണ് ചുവന്ന തെരുവുകളിൽ മക്കളെ പോറ്റാൻ ഉടുതുണി അഴിച്ച് ശരീരം വിൽക്കുന്ന ഏറ്റവും കൂടുതൽ സഹോദരിമാർ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു രാജ്യമായി ഇന്ത്യ മാറിപ്പോയത് എന്നൊരു ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദിയിൽ നിന്നല്ലാതെ മറ്റൊരു പാർട്ടിയുടെ വേദിയിൽ നിന്ന് ഈ നാട് കേൾക്കുകയില്ല. ഇതാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഈ നാടിന് തിരിച്ചറിയാനാകും. നമ്മുടെ നാട്ടിൽ പൊതുമേഖല തകരുന്നു. നമ്മുടെ നാട്ടിൽ അഭ്യസ്ത വിദ്യരായ മനുഷ്യരിൽ 47% ആളുകൾ തൊഴിലില്ലാത്തവരായി ഈ നാടിന്റെ തെരുവിൽ അലയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഉൽപ്പന്നത്തിന് വില ലഭിക്കാതെ ലക്ഷക്കണക്കിന് കൃഷിക്കാരന്റെ ആത്മഹത്യാ ഭൂമിയായി ഈ നാട് മാറുന്നു. നമ്മുടെ നാട് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്നു. ആധുനിക ലോകത്ത് സ്വന്തമായി വിമാന സർവീസ് ഇല്ലാത്ത ഏക രാജ്യമായി ഈ രാജ്യം അപമാനത്താൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു. നമ്മുടെ നാടിന്റെ ആകെ സമ്പത്തിന്റെ 30% 100 ശതകോടീശ്വര കുടുംബങ്ങളുടെ കൈകളിലേക്ക് കുമിഞ്ഞുകൂടി സാമ്പത്തിക സമത്വത്തിന്റെ പറുദീസയായി ഈ രാജ്യം മാറുന്നു. ഇങ്ങനെയെല്ലാം മാറുമ്പോ അതിനോടൊന്നും പ്രതികരണമില്ലാതെ പ്രിയപ്പെട്ടവരെ, ഈ നാടിനെ കൂടുതൽ കൂടുതൽ അപകടത്തിലാക്കുന്നതിനു വേണ്ടി രാജ്യം ഭരിക്കുന്നവർ തയ്യാറെടുക്കുമ്പോ ഇതിനെ എതിർക്കാൻ, ജനങ്ങളെ അണിനിരത്താൻ, അരുതെന്ന് പറയാൻ, ഞങ്ങൾ ജനാധിപത്യ ഇന്ത്യയോടൊപ്പമാണ് എന്ന് പറയാൻ ഇവിടെ ആരുണ്ട് എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചോദ്യം. ആ ചോദ്യത്തിന് എത്രയോ കാലമായി ഈ നാടിന്റെ തെരുവിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം CPIM ആണ്, ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് എന്ന് നമുക്ക് കാണാനാകും. നിങ്ങൾ നോക്കൂ, നമ്മുടെ പാർട്ടിയെ തകർക്കാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ CPIMനെതിരായി, ഇടതുപക്ഷത്തിനെതിരായി എല്ലാവരും ഒരുമിച്ച് നിൽക്കാനുള്ള കാരണം എന്താണ്? CPIM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഘടകം 1920 താഷ്കണ്ടിൽ രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഈ പ്രസ്ഥാനം ആക്രമിക്കപ്പെട്ടു തുടങ്ങിയതാണ്. 1907 ഇവിടെ പ്രവർത്തനം ആരംഭിച്ച മുസ്ലിം ലീഗിനെതിരായി ഈ രാജ്യത്തൊരു ഭരണകൂടവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചെയ്തതുപോലൊരു അനീതിയും അക്രമവും ഈ നാടിന്റെ ചരിത്രത്തിൽ ചെയ്തതായി നമുക്ക് കാണാനാകില്ല. 1915 ഈ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ച ജനസംഘത്തിനെതിരായി ഇന്ത്യയിലെ ഭരണാധികാരി വർഗം, പ്രിയപ്പെട്ടവരെ, ഒരു തരത്തിലുള്ള ആക്രമണങ്ങളോ അനീതിയോ കാണിച്ചതായി നമുക്ക് കാണാനാകില്ല. 1925 വിജയദശമി നാളിൽ ഈ രാജ്യത്ത് രൂപം കൊണ്ട RSSനെതിരായി ഇന്ത്യയിലെ ഭരണാധികാരി വർഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചെയ്തതുപോലെയുള്ള കൊടും ക്രൂരതകൾ ചെയ്തതായി ഈ നാടിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാനാകില്ല. നിങ്ങൾ നമ്മുടെ പാർട്ടിയുടെ കാര്യം നോക്കൂ. ഞാനെല്ലാം വിശദീകരിക്കുകയല്ല. മീററ്റ് ഗൂഢാലോചന കേസ് നമുക്ക് ഓർമ്മയുണ്ട്. കാൺപൂർ ഗൂഢാലോചന കേസ് നമുക്ക് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, സേലം ജയിലിലെ വെടിവെപ്പ് നമുക്ക് ഓർമ്മയുണ്ട്. 49 സഖാക്കളെ ഒരുമിച്ച് കൂട്ടക്കുരുതി നടത്തിയത് ഈ നാട് മറന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രസ്ഥാനം രൂപീകൃതമായി ഈ 2024 വരെ ഇന്ത്യയിലെ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരായി നമ്മളല്ലാത്തവരെല്ലാം ഒരുമിച്ച് നിൽക്കാനുള്ള കാരണം എന്താണ്? ഇന്ത്യൻ രാഷ്ട്രീയം നിങ്ങൾ നോക്കൂ. ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്ത ഏതൊരു കാര്യം നിങ്ങൾ നോക്കൂ. ഇന്ത്യയിലെ പൊതുമേഖലാ സംവിധാനങ്ങൾ വിറ്റുതുലയ്ക്കാൻ പ്രത്യേക മന്ത്രാലയം ഉണ്ടാക്കുമ്പോ അരുതെന്ന് പറയാൻ ഇന്ത്യയുടെ തെരുവിൽ അചഞ്ചലമായി CPIM ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുമ്പോ ആ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഈ നാടിന്റെ തെരുവിൽ സദാ സമരസന്നദ്ധരായി ഈ പ്രസ്ഥാനമുണ്ട്.
ഒരു നട്ടപ്പാതിരക്ക് ജമ്മു കാശ്മീർ സംസ്ഥാനമല്ലെന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ പ്രഖ്യാപിക്കുമ്പോ കാശ്മീരിനോട് ഐക്യപ്പെടാൻ താനൂരിലും തിരൂരിലും മഞ്ചേരിയിലും മലപ്പുറത്തും ഈ നാടിന്റെ തെരുവിൽ പ്രിയപ്പെട്ടവരെ സമരത്തോട് ഐക്യപ്പെടാൻ ഈ പ്രസ്ഥാനമുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പൗരത്വത്തിന് മതം അടിസ്ഥാനമാണെന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ പറഞ്ഞപ്പോ ഈ നാടിന്റെ തെരുവിൽ പോരാട്ടത്തിന്റെ കുന്തമുയർത്താൻ ഈ പ്രസ്ഥാനമുണ്ട്. ഈ നാട് അപകടപ്പെട്ട എല്ലാ സന്ദർഭങ്ങളിലും ഈ നാടിന്റെ തെരുവിൽ ഭരണാധികാരി വർഗത്തോട് ഏറ്റുമുട്ടാൻ, നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ, ജനങ്ങളോടൊപ്പം നിൽക്കാൻ, ജനപക്ഷ പോരാട്ടത്തിന് ദിശ പകരാൻ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ. ആ പ്രസ്ഥാനം CPIM ആണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കണം. അതിനെല്ലാവരും ഒന്നിച്ചു നിൽക്കും. അതിൽ കോർപ്പറേറ്റ് മുതലാളിമാരുണ്ട്, അതിൽ കോൺഗ്രസ് ഉണ്ട്, അതിൽ നിരവധിയായ വർഗീയ പ്രസ്ഥാനങ്ങളുണ്ട്, മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട്, നമ്മുടെ നാട്ടിലെ മാധ്യമ തമ്പുരാക്കന്മാരുണ്ട്. എല്ലാവരും ചേർന്ന് ഈ പ്രസ്ഥാനത്തിനെതിരായി ഐക്യനിര കെട്ടിപ്പടുക്കാനുള്ള കാരണം CPIM-ന് കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ കേരളത്തിലേക്ക് നോക്കൂ. ഇവിടെ ഇപ്പൊ നമ്മൾ നൂറുകണക്കിന് സഖാക്കളെ ആദരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത സംഭാവന എന്ത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരങ്ങൾ നിരവധി ഉണ്ടാകും. ലോകത്ത് മനുഷ്യ ജീവിതത്തിന്റെ നെറുകയിൽ ഈ കേരളം വരച്ചിട്ട വളരെ കൃത്യമായ അഭിമാനകരമായ ചില അടയാളപ്പെടുത്തലുണ്ട്. നിങ്ങൾ നോക്കൂ, എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു കേരളം ഉണ്ടായത്? ലോകത്തിന്റെ നെറുകയിൽ എല്ലാവർക്കും അക്ഷരം എഴുതാൻ അറിയുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും അഭിമാനകരമായ തൊഴിലെടുക്കാൻ കഴിയുന്ന, അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങുന്ന, പ്രിയപ്പെട്ടവരെ, ഡിജിറ്റൽ ഇന്ത്യയുടെ പവർ ഹൗസ് ഇന്ത്യൻ ഭരണാധികാരികൾ അടയാളപ്പെടുത്തിയ, വെളിയിടങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താത്ത അഭിമാനികളായ മനുഷ്യൻ ഇങ്ങനെ ഒന്നുപോലെ ജീവിച്ചു പോകുന്ന ഒരു നാടായി ഈ കേരളം എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത് എന്നൊരു ചോദ്യം ഈ നാടിനോട് നമുക്ക് നിരന്തരമായി ചോദിക്കാനാകണം. അങ്ങനെ ചോദിക്കുമ്പോൾ ചില ഉത്തരങ്ങൾ കിട്ടും. പതിറ്റാണ്ട് കാലമായി ഞാനും നിങ്ങളും കേട്ട് പഴകി ദ്രവിച്ച ഒരു പഴമൊഴി നമുക്കോർമ്മയുണ്ട്. ഈ കേരളം പരശുരാമൻ മഴുവെറിഞ്ഞ കേരളമാണ്. ആ കേരളം വേറെ കേരളമാണ്. അന്ന് കേരളമില്ല. ഇവിടെ പറഞ്ഞതുപോലെ മലബാറും തിരുകൊച്ചിയും തിരുവിതാംകൂറും നാട്ടുരാജ്യങ്ങളായി നിന്നൊരു ഭൂമിയാണത്. പ്രിയപ്പെട്ടവരെ, അവിടെ മാറുമറയ്ക്കാത്ത മനുഷ്യൻ, മുട്ടിനു താഴെ മുണ്ടെടുക്കാത്ത മനുഷ്യൻ, മുലയ്ക്ക് കരം കൊടുത്ത മനുഷ്യൻ, മീശയ്ക്ക് കരം പിരിച്ച മനുഷ്യൻ, മലയാളം പറയാത്ത മനുഷ്യൻ, ഇഷ്ടപ്പെട്ട അമ്പലത്തിൽ കയറാത്ത മനുഷ്യൻ, അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങാത്ത മനുഷ്യൻ, ആദ്യ രാത്രിയിൽ കെട്ടിയ പെണ്ണിനോടൊപ്പം അന്തി ഉറങ്ങാതെ പടിപ്പുരകളിൽ ജന്മിത്തമ്പുരാക്കന്മാർക്ക് സ്വന്തം ഭാര്യയെ കാഴ്ചവെച്ച് കണ്ണീരൊലിപ്പിച്ച് ഈ നാട്ടിലെ തൊലി കറുത്തവൻ, അസ്പൃശ്യൻ, അധകൃതനെന്ന് ഈ നാട്ടിലെ സവർണൻ ചാപ്പുകുത്തിയ മഹാപാവങ്ങളായ 10,000-കണക്കിന് മനുഷ്യൻ കണ്ണീരൊലിപ്പിച്ച ഒരു നാട് ഈ കേരളത്തിന്റെ പൂർവ്വകാലത്തുണ്ട്. ഏതെങ്കിലും ഒരു ഭേദപ്പെട്ട വീട്ടിൽ ഒരു സദ്യ നടക്കുമ്പോ ക്ഷണിക്കാതെ പോയി പുല്ലട്ടിയിലും പടിപ്പുറത്തും ഇങ്ങനെ കാത്തുനിന്ന്, പ്രിയപ്പെട്ടവരെ, അവിടത്തെ ഏതെങ്കിലും ഒരു കാരണവർ വിളിക്കുമ്പോൾ അവിടെ അകത്തു ചെന്ന് തോർത്തുമുണ്ട് വിരിച്ച് കീറിയ തോർത്തുമുണ്ടിൽ വള്ളിക്കൊട്ടയിൽ വിളമ്പിയ ചോറ് തലച്ചുവടായി ഏറ്റുവന്ന് വീട്ടിൽ വിശന്നിരിക്കുന്ന മനുഷ്യനെ തീറ്റിപ്പോറ്റിയ ഒരു ഘട്ടകാലം ഈ കേരളത്തിനുണ്ട്. 30 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ മലബാറിൽ എല്ലാ വീട്ടിലും, ഒരു 40 കൊല്ലം മുമ്പ് എല്ലാ വീട്ടിലും 3 നേരവും കൂട്ടാൻ കടുക് വറുത്തിട്ടില്ല. ഈ നാട്ടിലെ എല്ലാ മനുഷ്യനും എല്ലാ ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിച്ചിട്ടില്ല. 40 കൊല്ലം മുമ്പ് വരെ ഈ കേരളം ഇന്നു കാണുന്ന കേരളമായി ഇങ്ങനെ രൂപാന്തരപ്പെടാൻ, പ്രിയപ്പെട്ടവരെ, ഒരു കൊതുക് കടിയുടെ വേദന പോലും ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ വലതുപക്ഷത്ത് നിൽക്കുന്നവർ, സാമുദായിക മതപ്രസ്ഥാനങ്ങൾ, തീവ്രവാദികൾ, വർഗീയ ഫാസിസം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അനുഭവിച്ചിട്ടില്ല. അപ്പൊ 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഐക്യ കേരളമുണ്ടായി. അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ മലയാളം പറയുന്ന മനുഷ്യർക്കാകെ ഒരു സംസ്ഥാനം എന്ന ആശയം ഈ രാജ്യത്ത് കേരളത്തിൽ രൂപീകരിക്കുന്നതിന് അതിനു മുമ്പ് ഒരു പുസ്തകം ഈ നാട്ടിൽ പ്രസിദ്ധീകരിച്ചതായി നാടിന്റെ ചരിത്രത്തിലുണ്ട്. അത് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകമാണ്. അത് എഴുതിയത് സഖാവ് EMS ആണ്. അതിനെ തുടർന്ന് 56 നവംബർ 1 ഐക്യ കേരളമുണ്ടായി. അവിടെ നിന്നിങ്ങോട്ട് ഈ 2024 ഈ സമയം വരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ സഖാവ് EMS-ന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ആരംഭകാലം മുതൽ ഈ 2024 ഈ സമയം വരെ ഈ കേരളം കടന്നു വന്നൊരു വഴിയുണ്ട്. ആ വഴിക്ക് അനുസ്യൂതമായി മലയാളികൾക്ക് പ്രത്യയശാസ്ത്രത്തിന്റെ ഉൾക്കരുത്ത് നൽകി ഈ നാടിനെ മുന്നോട്ട് നയിച്ച പ്രസ്ഥാനം ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. നിങ്ങൾ നോക്കൂ, അതിൽ 57 ഗവൺമെന്റ് ആരംഭിച്ച ഭൂപരിഷ്കരണ നിയമമുണ്ട്. ഒരു വ്യക്തിക്കും കുടുംബത്തിനും കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി തീരുമാനിച്ച വിപ്ലവകരമായ തീരുമാനമുണ്ട്. അധിക ഭൂമി മിച്ചഭൂമിയായി പ്രഖ്യാപിച്ചതുണ്ട്. ഈ മിച്ചഭൂമി ഭൂരഹിതന് വിതരണം ചെയ്തതുണ്ട്.
നമ്മുടെ നാട്ടിൽ പള്ളിക്കൂടങ്ങളിൽ കുട്ടികൾക്ക് നടന്നുപോയി പഠിക്കാവുന്ന ദൂരത്തിൽ പൊതുപള്ളിക്കൂടങ്ങൾ ഉയർന്നു വരാൻ കാരണമായ പൊതുവിദ്യാഭ്യാസ ബന്ധ ബില്ലുണ്ട്. പ്രിയപ്പെട്ടവരെ, സമ്പൂർണ്ണ സാക്ഷരതയുണ്ട്. 1980 ക്ഷേമ പദ്ധതിയുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ 50% സ്ത്രീകൾക്ക് സംവരണം വന്നതുണ്ട്. ജനകീയാസൂത്രണ പദ്ധതിയുണ്ട്. ലോകത്തിനാകെ മാതൃകയായ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം കുടുംബശ്രീ ജനിച്ചതും വളർന്നതും പടർന്നു പന്തലിച്ചതും ഈ നാടിനു തണലായി നിന്ന ചരിത്രമുണ്ട്. ഇങ്ങനെയാണ് ഈ കേരളം ഇന്നു കാണുന്ന കേരളമായി ഇങ്ങനെ കടന്നു വന്നത്. അങ്ങനെ വന്നൊരു കേരളം എല്ലാം തികഞ്ഞ നാടായി എന്ന് നമുക്ക് അഭിപ്രായമില്ല. നമ്മുടെ നാട് നിരവധിയായ പ്രതിസന്ധികളെ ഈ വർത്തമാനകാലത്ത് അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മുടെ പാർട്ടിയുടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് ചേർന്നപ്പോ ഈ നാടിനോട് ഈ പ്രസ്ഥാനം പറഞ്ഞു, നമ്മുടെ നാടിത വളരെ കൃത്യമായി ഈ ലോകത്തിന്റെ നെറുകയിൽ ഈ നാട് നിൽക്കുന്നുണ്ട്. വളർച്ചയുടെ പ്രത്യേകമായ പന്താവിൽ ഈ കേരളം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ വഴികൾ വെട്ടണം. ഇതുപോലെ ഇതുവരെ വന്ന വഴിയിലൂടെ ഈ നാടിന് മുന്നോട്ട് പോകാനാകില്ല. മനുഷ്യ വിഭവശേഷിയെ പൂർണ്ണമായി ഉപയോഗിക്കണം. ഈ നാടിന് മുന്നോട്ട് പോകണം. ഈ വർത്തമാനകാലത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പലതാണ്. 50 കൊല്ലം മുമ്പുള്ള താനൂരല്ല ഇപ്പോഴുള്ള താനൂരെന്ന് നമുക്കറിയാം. അന്നത്തെ മനുഷ്യന്റെ ജീവിതമല്ല ഇന്നത്തെ മനുഷ്യന്റെ ജീവിതം എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതം മാറി, നമ്മുടെ കുടുംബഘടന മാറി, നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറി, നമ്മുടെ തൊഴിലിടങ്ങൾ മാറി, നമ്മുടെ വരുമാനം മാറി, നമ്മുടെ ജീവിത ലക്ഷ്യം മാറി. ഇതിനെല്ലാം മാറുമ്പോ ഈ മാറ്റത്തിനനുസരിച്ച് ആളുകളെ, പ്രിയപ്പെട്ടവരെ, കൃത്യമായി ലക്ഷ്യബോധമുള്ള ഒരു തലമുറയാക്കി ഈ നാട്ടിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ഈ വർത്തമാനകാലത്ത് കേരളം ആവശ്യപ്പെടുന്ന, കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവുകയില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് CPIM പറഞ്ഞു. കുറെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിൻപുറത്ത്, നമ്മുടെ നഗരങ്ങളിൽ ഒറ്റപ്പെട്ട ആളുകളുടെ എണ്ണം കൂടുന്നു. വീടുകൾ അകത്തളങ്ങളിൽ പ്രായം ചെന്ന മനുഷ്യൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ ഈ കേരളത്തിൽ വർദ്ധിക്കുന്നു. അഭിസംബോധന ചെയ്യാതെ ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാനാകില്ല. നിങ്ങൾ നോക്കൂ, ഉള്ള കാലത്ത് വിറ്റുപെറുക്കി പണിയെടുത്ത്, നമുക്കറിയാം, മുണ്ടുമുറുക്കി കൊടുത്ത് ഇങ്ങനെ അധ്വാനിച്ച് സ്വന്തം മക്കളെ തങ്ങളുടേതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാൻ, നല്ല വിദ്യാഭ്യാസത്തിനും തൊഴിലിനും നാടിന് പുറത്തേക്ക് പറഞ്ഞയച്ച് അവർ തിരിച്ചു വരാതെ ഈ നാടിന്റെ വീട്ടകങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന നാട്ടിലെ രക്ഷിതാക്കളെ കാണാതെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നാട്ടിൽ മുന്നോട്ട് പോകാനാവുകയില്ല എന്ന് നമ്മുടെ പ്രസ്ഥാനം തിരിച്ചറിഞ്ഞപ്പോഴോ നമ്മൾ ചില കർമ്മ പദ്ധതി തയ്യാറാക്കി ഈ നാടിനോട് പറഞ്ഞു. ഈ 2024 എത്തി നിൽക്കുമ്പോ, 8 കൊല്ലക്കാലത്ത് തുടർച്ചയായ ഇടതുപക്ഷ ഭരണം ഇവിടെ എത്തി നിൽക്കുമ്പോ അഭിമാനത്തോടെ നമുക്ക് പറയാനാകും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ പഠിക്കാനും ഇവിടെ തന്നെ തൊഴിലെടുക്കാനും സംരംഭക സൗഹൃദ നാടായി ഈ കേരളത്തെ മാറ്റാനും ഇടതുപക്ഷ ഗവൺമെന്റ് കൃത്യമായ നിലപാട് സ്വീകരിച്ച് ഈ നാട്ടിൽ മുന്നോട്ട് പോയി. നിങ്ങൾ നോക്കൂ, സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒരു വയോജന നയം പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ചത് ഈ കേരളത്തിലാണ് എന്ന് നമ്മൾ കാണണം. നമുക്കറിയാം, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവുകൾ കൂടുതൽ മികവുറ്റതാക്കാൻ, പിഴവുകളെ പരിശോധിക്കാൻ 8 കൊല്ലമായി ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനം ഇപ്പോഴിതാ ഫലത്തിൽ വന്നിരിക്കുന്നു. നമ്മൾ തിരിച്ചറിയുന്നു, ഇന്ത്യയിലെ 100 കോളേജുകൾ, മികച്ച കോളേജുകൾ എടുത്തപ്പോ അതിൽ 40 കോളേജും ഈ കേരളത്തിലാണ്. നമുക്കറിയാം, ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 15 സർവകലാശാലകൾ എടുത്തപ്പോ 4 സർവകലാശാലകൾ ഈ കേരളത്തിലാണ്. കൊച്ചിയിലെ സർവകലാശാലയിൽ, അതുപോലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഈ ലോകത്തെ 60 രാജ്യങ്ങളിലുള്ള കുട്ടികൾ പഠിക്കാൻ ഈ കേരളത്തിലേക്ക് വരുന്ന അഭിമാനകരമായ കാഴ്ച നമ്മൾ കാണുന്നു. 2 ആഴ്ച മുമ്പാണ് 68 രാജ്യങ്ങളിൽ നിന്നായി 500 കുട്ടികൾ വലിയൊരു കപ്പലിൽ സഞ്ചരിക്കുന്ന സർവകലാശാലയായി കടന്നു വന്നപ്പോ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയ ഏക നാടായി ഈ ചെങ്കൊടി പാറുന്ന കേരളം ഈ നാടിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി നിൽക്കുകയാണ്. ഓരോ പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്ത് ഈ ഗവൺമെന്റും പാർട്ടിയും മുന്നോട്ട് പോകുന്നു. മറ്റൊരു പ്രശ്നം നിങ്ങൾ നോക്കൂ, നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചെറുകിട ഭൂവുടമകളുടെ നാടാണ് ഈ കേരളം. 5ഉം 10ഉം സെന്റ് ഭൂമിക്ക് അവകാശികളായ, ജന്മാവകാശമുള്ള, സ്വന്തം പേരിൽ നികുതി രസീതിയുള്ള, കൈവശാവകാശമുള്ള ഏറ്റവും കൂടുതൽ മനുഷ്യൻ ജീവിക്കുന്ന നാടേത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കേരളം എന്നാണ്. നമ്മൾ തിരിച്ചറിയുന്നു. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ 100 വീടെടുത്താൽ 90 പേരുടെയും സ്ഥലത്തിന്റെ പ്രമാണങ്ങൾ അവരുടെ കൈകളിലില്ല. ബാങ്കിൽ പണയപ്പെടുത്തി വായ്പ എടുത്തിട്ടുണ്ട്. വായ്പ ഒരു കുറ്റമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ പുതുക്കി പണിയാൻ, വരുമാനം വർദ്ധിപ്പിക്കാൻ, സംരംഭം ആരംഭിക്കാൻ വായ്പ എടുക്കുന്നതിൽ തെറ്റില്ല. പ്രിയപ്പെട്ടവരെ, ദുഃഖകരമായ ഒരു സത്യം നമുക്ക് പറയാതെ, ഈ നാടിനെ ഓർമ്മപ്പെടുത്താതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല.
കേരളത്തിലെ വ്യക്തിഗത വായ്പകളുടെ 80% ആർഭാട ജീവിതത്തിനും ആർഭാട വിഭാഗത്തിനും വേണ്ടി ഈ നാട്ടിലെ ആളുകൾ ഇങ്ങനെ വഴിവിട്ടു പോകുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടിക്കല്ലാതെ ഈ നാട്ടിൽ ഇത് പറയാനാകില്ല. ഉള്ള കിടപ്പാടം വിറ്റും പണയം വെച്ചും മക്കളെ കെട്ടിക്കാൻ സ്വർണത്തിന്റെ അളവ് കൂടുന്തോറും കിടപ്പറയിൽ നല്ല വിഷമുള്ള മൂർഖൻ പാമ്പുകളാണ് കാത്തിരിക്കുന്നത് എന്ന് നമ്മുടെ രക്ഷിതാക്കളോട് നമ്മളല്ലാതെ ആരാണ് പറയുക? പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറയെ നമുക്ക് പഠിപ്പിക്കാനാകണം. വിവാഹപ്രായമെത്തുമ്പോ സ്വന്തം രക്ഷിതാക്കളോട് പുതിയ തലമുറ പറയണം, അമ്മയോട് അച്ഛനോട് അവരെ വിളിച്ചു പറയണം, ഞങ്ങളെ കെട്ടിക്കാൻ ഈ നാട്ടിൽ നമ്മുടെ വീടും കിടപ്പാടവും വിറ്റും പണയം വെച്ചും പണം കണ്ടെത്തരുത്. ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം, തൊഴിലെടുക്കാനുള്ള സാഹചര്യം വേണം, ഒരു തരി പൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പുതിയ തലമുറ കൊണ്ട് പറയിപ്പിക്കാൻ നമ്മൾ പരാജയപ്പെട്ടാൽ സഖാവ് EMS-ഉം കൃഷ്ണപിള്ളയും AKG-യും മൊയാരത്ത് ശങ്കരനും സഖാവ് കുഞ്ഞാലിയും അഴീക്കോടൻ രാഘവനും ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പോരാളികൾ ഉഴുതുമറിച്ചുണ്ടാക്കിയ ലോകത്തിന് ബദലായ കേരള മോഡൽ ഉണ്ടല്ലോ, ആ മോഡൽ തകർന്നു പോകുമെന്ന ഉള്ളുപൊള്ളുന്ന യാഥാർത്ഥ്യത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് കണ്ടുറക്കാനാകണം. അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ ഇരുണ്ട കോട്ടകളെ പൊളിച്ചെറിഞ്ഞാണ് ഈ കേരളം ഇന്നു കാണുന്ന കേരളമായത്. നിങ്ങൾ നോക്കൂ, പൂണോലും കുടുമയും പൊട്ടിച്ചെറിഞ്ഞ് സാധാരണക്കാരന്റെ ചേരിയിലേക്ക് കാലിൽ ചെരുപ്പ് ധരിക്കാതെ പോയ സഖാവ് EMS-ന്റെ നാടാണിത്. VT ഭട്ടതിരിപ്പാടിന്റെ, MRP-യുടെ, ICP-യുടെ, വക്കം മൗലവിയുടെ, ചാവറയച്ചന്റെ, കമ്മ്യൂണിസ്റ്റ് നവോത്ഥാന പോരാളികളുടെ ഉഴുതുമറിച്ച നാട്ടിലാണ് പ്രിയപ്പെട്ടവരെ ആത്മീയ വ്യഭിചാരികളുടെ കച്ചവടക്കാരുടെ മുന്നിൽ കൈകൂപ്പി ഈ നാടിന്റെ രാഷ്ട്രീയ നേതൃത്വം നിൽക്കുന്നതെന്ന യാഥാർത്ഥ്യം നമ്മളല്ലാതെ ഈ നാടിനോട് ആര് പറയും? നമുക്കല്ലാതെ ഇത് പറയാനാകില്ല. 13-ാമത്തെ വയസ്സിൽ മദ്യപാനം തുടങ്ങുന്ന കുട്ടികളുടെ നാടായി ഈ കേരളം മാറുമ്പോ ഈ നാടിനെ നേരായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കല്ലാതെ ഏത് പ്രസ്ഥാനത്തിന് കഴിയും? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളെ ഈ കേരളം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിനെയെല്ലാം അഭിസംബോധന ചെയ്താണ്, ഇതിനെയെല്ലാം കണ്ടുകൊണ്ടാണ് ഒരു പുതിയ കേരളം ഉണ്ടാക്കാൻ, ഒരു നവകേരളം ഉണ്ടാക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ കേരളത്തിൽ പരിശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടുണ്ടാകുന്നതാണ്? ഒറ്റ കാരണമേ അതിനുള്ളൂ. ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് തുടർച്ചയായി 8 കൊല്ലക്കാലത്തിലധികം ഈ കേരളത്തിന്റെ അധികാരം നിയന്ത്രിക്കുന്നു എന്നതാണ് ഇന്ന് ഈ നാടിന്റെ തെരുവിൽ പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, വലതുപക്ഷം, വർഗീയത, മാധ്യമ പുങ്കവന്മാർ എല്ലാവരും ചേർന്ന് ഈ നാട്ടിൽ നടത്തുന്ന ഈ രൂപത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റിനില്ലാത്ത കുറ്റല്ല, നമ്മുടെ ആളുകൾക്കിടയിൽ പോലും ഒന്നാം ഗവൺമെന്റിന്റെ അത്ര പോരാ ഈ രണ്ടാം ഗവൺമെന്റ് എന്ന് തോന്നിക്കുന്ന വിലയിൽ ഈ നാട്ടിൽ പ്രചണ്ഡമായ പ്രചരണമാണ് വലതുപക്ഷം മാധ്യമങ്ങൾ ഈ നാട്ടിൽ നടത്തിയത് എന്ന് നമ്മൾ കാണണം. എന്തുകൊണ്ടാണ് ഒന്നാം ഗവൺമെന്റിന്റെ അത്ര പോരാ ഈ ഗവൺമെന്റ് എന്ന് ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ വരാനുള്ള കാരണം? ആ കാരണത്തിന് ഉത്തരമുണ്ട്. പ്രിയപ്പെട്ടവരെ, 8 കൊല്ലം മുമ്പുള്ള കേരളം ഏതാണ്? സഖാവ് പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 2016-ൽ ഒരു കേരളമുണ്ട്. ആ കേരളത്തിൽ നിന്ന് 2021-ലേക്ക് 5 കൊല്ലം ഈ കേരളം കടന്നു പോയപ്പോ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 2016-ൽ നിന്ന് 2017-ലേക്കുള്ള മാറ്റം പ്രകടമാണ്. അത് ഈ നാട്ടിലെ ആളുകളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാണ്. ഏതാണ് ആ കേരളം? 12 മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്ന കേരളം, 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയായ കേരളം, നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് പോലും പാഠപുസ്തകം കിട്ടാതെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾ പഠിച്ച കേരളം, സരിതാ നായരും ശാലുമേനോനും ജോപ്പനും ചിക്കുമോനും സലീം രാജും അരയിൽ തുണിയില്ലാതെ അരങ്ങാടിയ കേരളം. ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ സഖാവ് EMS മുതലുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി ഒരു തുള്ളി വെള്ളം കുടിക്കാതെ 14 മണിക്കൂർ സമയം ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നിൽ ബബ്ബ എന്ന് പറഞ്ഞിരുന്ന കാലം. ആ കാലമാണ് ഉമ്മൻചാണ്ടിയുടെ കാലം, വലതുപക്ഷ കാലം. അവിടെ നിന്നാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ കേരളം ഇന്നു കാണുന്ന കേരളമായത്. അവിടെ നിങ്ങൾ നോക്കൂ, എല്ലാം പറയുന്നില്ല, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. വൈദ്യുതി മേഖല നോക്കൂ. ഈ താനൂരിൽ ഈ സംസാരം കേട്ട് അപ്പുറത്തെങ്ങാനും നിൽക്കുന്ന ലീഗോ കോൺഗ്രസോ ആയ മനുഷ്യർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ പറയണം. 2016-ൽ 8 കൊല്ലം മുമ്പ് ഈ കേരളത്തിൽ 12 മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്നു. ഈ 2024-ൽ താനൂരിൽ ഈ നാടിന്റെ ഇടവഴികളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിലെ 10 വയസ്സായ കുട്ടിക്ക് ലോഡ് ഷെഡിങ് എന്താണെന്നറിയുമോ? പവർ കട്ട് എന്താണെന്നറിയുമോ?
റോഡിന്റെ അപ്പുറത്ത് 7 മണിക്കും ഇപ്പുറത്ത് 7:30ക്കും കട്ടായിട്ട് പകുതി സീരിയൽ കണ്ടിട്ട് കഥ മുഴുമിപ്പിക്കാൻ വേലിപ്പുറത്ത് നിന്ന് അപ്പുറത്ത് വീട്ടിലെ ചേച്ചിയോട് കഥ മുഴുമിപ്പിക്കാൻ വിളിച്ചു ചോദിച്ചത് 80 കൊല്ലം മുമ്പല്ല, 8 കൊല്ലം മുമ്പാണ് എന്ന് ഈ നാട്ടിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും. 8 കൊല്ലം മുമ്പ് വോൾട്ടേജ് ക്ഷാമം, ബൾബ് കാണാൻ ടോർച്ചടിച്ച് നോക്കിയിട്ടുണ്ട് ഈ കേരളത്തിൽ. പ്രിയപ്പെട്ടവരെ, 8 വർഷക്കാലത്തിനിപ്പുറത്ത് വോൾട്ടേജ് ക്ഷാമം എന്നൊരു വാക്ക് ഈ കേരളം കാണുന്നുണ്ടോ? ഗുണനിലവാരമുള്ള വൈദ്യുതി വന്നു. കൊച്ചി ഇടമൺ പവർ ഹൈവേയുടെ പണി പൂർത്തീകരിച്ചു. നിരവധിയായ ചെറുകിട വൈദ്യുത സ്ഥാപനങ്ങൾ ഈ നാട്ടിൽ, ജലവൈദ്യുത പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ടായി. അപേക്ഷിച്ചാൽ അപ്പോൾ കറണ്ട് കിട്ടി. ഈ കൊടിയ വേനൽക്കാലത്ത് പോലും അരമണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിംഗും ഇല്ലാതെ ശക്തമായ പവർ മാനേജ്മെന്റിലൂടെ ഈ കേരളത്തെ ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുപോയി. നിങ്ങൾ ആരോഗ്യ മേഖല നോക്കൂ. ലോകത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കിട്ടുന്ന നാടിന്റെ പേര് കേരളം എന്നാണ്. അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താവുന്ന ഗവൺമെന്റ് ആശുപത്രിയുള്ള നാട് ഈ കേരളമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ഗവൺമെന്റ് കണക്കെടുപ്പിൽ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രിയുള്ള നാട് ഈ കേരളമാണ്. ആശാ വർക്കർമാർ മുതൽ മെഡിക്കൽ കോളേജ് MD വരെ കണ്ണിചേരുന്ന ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ കരുത്തുള്ള നാട് ഈ കേരളമാണ്. ജനകീയ ആരോഗ്യ രംഗത്ത് ഈ കേരളം ബദൽ നിർത്തുപോകുന്നു. വിദ്യാഭ്യാസ രംഗം നിങ്ങൾ നോക്കൂ. ഉണക്കമീനും ചകിരിക്കാറും വിറ്റാൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ താനൂരിലും അങ്ങാടിയിലും ആൾക്കാർക്ക് പറയും. പക്ഷെ സ്കൂൾ നടത്തുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടാണെന്ന് ഈ ജില്ലയിൽ നിന്നുള്ള ഒരു ലീഗിന്റെ മന്ത്രി ഈ നാട്ടിൽ പ്രഖ്യാപിച്ച് 100 കണക്കിന് സ്കൂളുകൾ വിൽക്കാൻ വെച്ചൊരു കാലത്ത് നിന്ന് 300-ലധികം സ്കൂളുകൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കെട്ടി ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടത്തി 7 കൊല്ലം പിന്നിടുമ്പോ 8.5 ലക്ഷം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് പേരുവെട്ടി പൂമ്പാറ്റകളെ പോലെ തുള്ളിച്ചാടി കേരളത്തിന്റെ പൊതുവിദ്യാലയ മേഖലയ്ക്ക് പറന്നു വന്ന അഭിമാനകരമായ ഒരു കാലം ഈ ഇടതുപക്ഷ കാലം ല്ലാതെ ഈ നാടിന് ഓർമ്മയുണ്ടോ? ഇത് വെറുതെ വന്നതല്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ 45 ലക്ഷം കുട്ടികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. 45,000 ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു കൊല്ലം, അടുത്ത കൊല്ലം സ്കൂൾ തുറക്കുമ്പോൾ പഠിക്കാനുള്ള പാഠപുസ്തകം ഇക്കൊല്ലം സ്കൂൾ പൂട്ടുന്നതിന്റെ മുമ്പ് അച്ചടിച്ച് കെട്ടുകെട്ടാക്കി നമ്മുടെ കുട്ടികളുടെ കൈകളിൽ എത്തിച്ചൊരു കാലം സഖാവ് പിണറായി കാലത്തല്ലാതെ ഈ കേരളത്തിന് ഓർമ്മയുണ്ടോ? ഇതല്ലേ ഈ നാട്ടിൽ രാഷ്ട്രീയം പറയുന്നവർ ഈ നാട്ടിൽ പറയേണ്ടത്? നിങ്ങൾ എല്ലാ കാര്യവും, പെൻഷന്റെ കാര്യം നോക്കൂ. 62 ലക്ഷം ആളുകൾക്ക് 1,600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന ഒരു നാട് ഈ ലോകത്ത് മറ്റൊരു നാടുണ്ടോ? 62 ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ. പെൻഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്. ഇത് വെറുതെ കർഷക തൊഴിലാളിക്ക് 45 രൂപ എല്ലാ മാസം കൊടുക്കാന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചതല്ല. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ലാതെ മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യന് പെൻഷൻ കൊടുക്കാൻ പറ്റും എന്ന് ഈ നാടിനെ പഠിപ്പിച്ച പ്രസ്ഥാനം ഈ ചെങ്കൊടിയുടെ പ്രസ്ഥാനമാണ് ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ. ആർക്കാണ് തർക്കമുള്ളത്? നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ കറുപ്പ് മോശമാണെന്നും വെളുപ്പ് ശ്രേഷ്ഠമാണെന്നും ഒരു പൊതുബോധം നമ്മുടെ നാട്ടിലുണ്ട്. കുങ്കുമപ്പൂ കഴിച്ച കുട്ടികൾ വെളുക്കുന്ന, ഗർഭിണികൾ കുങ്കുമപ്പൂ കഴിക്കണമെന്ന് എവിടെയും പറഞ്ഞതല്ല. നമ്മുടെ നാട്ടിൽ ജാതി ജന്മി നാടുവാഴിത്തത്തിന്റെ ഉൽപ്പന്നമായി ഇവിടെ ഉരുണ്ടുകൂടിയ ഒരു പൊതുബോധമാണ്. ആ പൊതുബോധം ഇപ്പോഴും ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ കൊല്ലങ്ങൾ കേട്ടു. മോഹിനിയാട്ടം കളിക്കാൻ തൊലി വെളുക്കണമെന്ന് ഒരു അമ്മായി ഈ നാട്ടിൽ പറഞ്ഞു 2023-ൽ. നിങ്ങൾ നോക്കൂ, 1980-ലാണ് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കർഷക തൊഴിലാളിക്ക് 45 രൂപ പെൻഷൻ. എങ്ങനെ നമ്മുടെ നാട്ടിൽ തൊലി കറുത്തവരും വെളുത്തവരുണ്ടായത്? എങ്ങനെയാണ് കറുപ്പ് മോശമായത്, വെളുപ്പ് ശ്രേഷ്ഠമായത്? ഈ ജാതി ജന്മി നാടുവാഴിത്വം കൊടികുത്തി വാണ കാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ജന്മി തമ്പുരാക്കന്മാർ അപ്പുറത്ത് നിന്ന് ഒരു കൂവല് കൂവുമ്പോ മറുകൂക്ക് കൂവി കെട്ടിയവളെ കുട്ടികളെ തനിച്ചാക്കി ചൂട്ടുകട്ട കത്തിച്ച് ഈ ജന്മി തമ്പുരാക്കന്മാരുടെ കൃഷിക്കളങ്ങളിൽ ഇങ്ങനെ ആണ്ടുമുഴുകി പണിയെടുക്കുമ്പോ ജന്മിമാരെ കണ്ടാൽ തലകുനിച്ച്, കാര്യസ്ഥനെ കണ്ടാൽ നടുവളച്ച് പകലന്തിയോളം ഇങ്ങനെ പണിയെടുത്ത് പ്രിയപ്പെട്ടവരെ കൊടും വേനലിനെ, കൊടും തണുപ്പിനെ, പെരുമഴയെ കൂസാതെ മണ്ണിൽ കനകം വിളയിക്കാൻ പ്രകൃതിയോട് മല്ലടിച്ച് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ശരീരം ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് കരുവാളിച്ച് വീടിന്റെ മൂലയിൽ മണ്ടനുരുളി പണയം വെച്ചതുപോലെ ഈ നാട്ടിലെ കാരണവന്മാർ നിന്നപ്പോ കേരളത്തിലെ ഇടതുപക്ഷം തീരുമാനിച്ചു. എങ്ങനെ തൊലിവെടുത്തവരുണ്ടായത്? ഈ ജാതി ജന്മിത്വം കൊടികുത്തി വാണകാല തന്തപ്പുരങ്ങളിൽ ജന്മി തമ്പുരാക്കന്മാരുടെ കൊട്ടകൊത്തളങ്ങളിൽ അകത്തളങ്ങളിൽ ഉണ്ടുറങ്ങി അമ്പക്കം വിട്ട് 4 കൂട്ടി മുറുക്കി കഥകളിപ്പദങ്ങളിൽ അഭിരമിച്ച് അടിയാളപ്പെണ്ണിന്റെ അടിവയറ് നോക്കി അവിടെ ഇരുന്ന മനുഷ്യൻ ഇങ്ങനെ തൊലിവെടുത്തപ്പോ അവൻ യജമാനനായി, സമ്പത്തുള്ളവനായി, അവൻ വരേണ്യവർഗത്തിന്റെ പ്രതിനിധിയായി, അധികാരമുള്ളവനായി, അവൻ വാഴ്ത്തപ്പെട്ടവനായി, മണ്ണിൽ പണിയെടുത്തവൻ തൊലികറുത്തവനായി, അസ്പൃശ്യനായി, അധകൃതനായി, മാറ്റി നിർത്തപ്പെടേണ്ട മനുഷ്യനായി. ആ കാലത്താണ് പ്രിയപ്പെട്ടവരെ ഈ പകലന്തിയോളം പണിയെടുത്ത്
ജീവിതത്തിന്റെ സായാഹ്നത്തിൽ തൊലി ചുക്കി ചുളിഞ്ഞ മനുഷ്യരെ ചേർത്തു പിടിക്കേണ്ടത് ആധുനിക സമൂഹത്തിന്റെ കടമയാണ് എന്ന് ഈ ലോകത്തോട് 45 രൂപ പ്രതിമാസ പെൻഷനിലൂടെ പ്രഖ്യാപിച്ച പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ. ഇപ്പോൾ 1600 പെൻഷൻ. 62 ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ. കർഷക തൊഴിലാളിക്ക് പെൻഷനുണ്ട്, കൃഷിക്കാരന് കിസാൻ അഭിമാൻ എന്ന പേരിൽ പെൻഷനുണ്ട്, അലക്ക് തൊഴിലാളിക്കുണ്ട്, ആനപ്പാപ്പാനുണ്ട്, നമ്മുടെ നാട്ടിൽ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവനുണ്ട്, മത്സ്യത്തൊഴിലാളിക്കുണ്ട്, പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക്, തോട്ടം തൊഴിലാളികൾക്ക്, മോട്ടോർ തൊഴിലാളികൾക്ക്, മദ്രസാധ്യാപകന്, അമ്പലം ജീവനക്കാർക്ക്, കഴകക്കാരന്, 50 വയസ്സ് വരെ കല്യാണം കഴിയാത്ത സഹോദരിക്ക് പെൻഷനുള്ള ഒരു നാട് ഈ ലോകത്തുള്ളൂ. ആ നാട് കേരളമാണ്. 1600 രൂപ എന്ന് പറഞ്ഞതിന്റെ പച്ചയായ മലയാളം ഒരു ദിവസം 50 രൂപയിൽ കൂടുതൽ എന്നാണ്. ഒരു ദിവസം 50 രൂപയിൽ കൂടുതൽ 62 ലക്ഷം ആളുകൾക്ക് കരുതൽ വെക്കുന്ന ഒരു നാട് ഈ ലോകത്ത്, ഈ ചോര ചെങ്കൊടി പാർന്ന കേരളമല്ലാതെ ഈ ലോകത്തൊരു നാടില്ല. എന്നിട്ട് ഈ പ്രസ്ഥാനത്തിന് നേരെ, ഈ പ്രസ്ഥാനത്തിന്റെ ഗവൺമെന്റിന് നേരെ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് നേരെ ഈ നാടിന്റെ തെരുവിൽ എന്തെല്ലാമാണ് ഇവർ എഴുന്നള്ളിക്കുന്നത് എന്ന് ഈ നാട് തിരിച്ചറിയണം. ഇങ്ങനെ ഈ കേരളം മുന്നോട്ട് പോയി. വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികളെ കേരളം നേരിട്ടു. രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് വന്നു. ഞാനിവിടെ പ്രളയത്തെ കുറിച്ച് പറയുന്നില്ല, നിപ്പയെ കുറിച്ച് പറയുന്നില്ല, നമുക്കറിയാം നമ്മുടെ കോവിഡ് കാലത്തെ കുറിച്ച് പറയുന്നില്ല. നമ്മുടെ ആളുകൾക്കറിയും ഇവിടെയെല്ലാം ഇടതുപക്ഷ ബദൽ ഈ കേരളം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സൂക്ഷ്മാണുവിന്റെ മുന്നിൽ ഈ ലോകം വിറങ്ങലിച്ചു നിന്നതാണ് കോവിഡിന്റെ മുന്നിൽ. നമുക്കറിയും അന്ന്